ഇത് താമരപ്പാടം ഫ്ലവർ ഷോ. അതെ, കൊല്ലങ്കോട് സൂര്യ ഗാർഡൻസ് ഒരുക്കുന്ന താമരപ്പാടം ഫ്ലവർ ഷോ. കൊല്ലങ്കോട് ഗ്രാമത്തിലെ നെല്ലിയാമ്പതി മലനിരകൾക്ക് സമീപം, നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്ത് താമരപ്പാടം പാടശേഖരം നെൽകൃഷിയും ഒപ്പം പൂകൃഷിയും സമന്വയിപ്പിച്ച് ഏവർക്കും കണ്ണിന് ആനന്ദവും കുളിർമയും പകരുന്ന ഒരു അസുലഭ സംവിധാനം. സാധാരണ നെൽപ്പാടം, നെൽകൃഷി മാത്രം, അത് കഴിഞ്ഞാൽ തരിശായി കിടക്കും. വീണ്ടും അടുത്ത മൺസൂൺ കാലത്ത് അല്ലെങ്കിൽ നെൽകൃഷിയുടെ സമയത്ത് കൃഷി നടത്തും. വിളവ് കാലാവസ്ഥയ്ക്കനുസരിച്ച് വിളവ് കിട്ടും. ചിലപ്പോൾ ലാഭമായിരിക്കാം, നഷ്ടമായിരിക്കാം. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടെ നെൽകൃഷി, ഒരു രീതിയിൽ നെൽകൃഷിയുടെ വരുമാനം, അടുത്ത രീതിയിൽ ടൂറിസം വരുമാനം, അതായത് പൂകൃഷി, പൂപ്പാടം. നെൽപ്പാടത്തിൻ്റെ ഓരത്ത് തടമൊരുക്കി ജണ്ടുമല്ലി അനുബന്ധ പൂകൃഷികളും, വിശാലമായ നെൽപ്പാടം, അതിനോടൊപ്പം പൂപ്പാടവും. ആരെയും മനം കുളിർപ്പിക്കുന്ന അസുലഭ കാഴ്ചകളുമായി ഈ നെൽപ്പാടവും അതിലെ പൂകൃഷിയും അസുലഭ കാഴ്ചയായി. നെൽകൃഷി വിളവെടുപ്പിന് കാലമാകുമ്പോഴേക്കും പൂകൃഷി, പൂവിൽ നിന്നുള്ള വരുമാനം ഒരു തരം, അതുപോലെ തന്നെ ടൂറിസത്തിൻ്റെ വരുമാനം മറ്റൊരു തരം. അങ്ങനെ ഈ ഒരു പാടശേഖരത്തു നിന്ന് ഇപ്പോൾ 3 തരം വരുമാനമാണ് ലഭിക്കുന്നത്. ഒന്ന് നെല്ലിൽ നിന്നുള്ള വരുമാനം, അത് വിളവെടുക്കുമ്പോൾ. 2 ടൂറിസത്തിൻ്റെ ടിക്കറ്റിൽ നിന്നുള്ള വരുമാനം. 3ാമത് പൂവിൽ നിന്നുള്ള വരുമാനം. പൂ വാങ്ങാൻ ധാരാളം പേരുണ്ട്. പൂവ് കൂടകളിലാക്കി വിൽപ്പനയുണ്ട്. അതുപോലെ ഇത്രയും വലിയ പാടശേഖരത്തിലായതുകൊണ്ട് തന്നെ ധാരാളം പൂക്കൾ തീർത്തെടുക്കാനുമുണ്ട്. അത് മറ്റ് അനുബന്ധ മേഖലകളിലേക്കും പെയിൻറ്റിങ്ങിനും മറ്റുമായിട്ട് വിൽക്കാനുമുണ്ട്. അങ്ങനെ ഈ ഐഡിയ നമ്മുടെ എല്ലാ കൃഷിക്കാർക്കും ഒരു പ്രോത്സാഹനവും പ്രചോദനവുമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അല്പം പാടമുള്ളവർക്കോ പറമ്പുള്ളവർക്കോ കൃഷി എന്ന് മാത്രമല്ല, ടൂറിസത്തിൽ നിന്നും അനുബന്ധ കൃഷി മേഖലകളിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാക്കാൻ കൂടി നമ്മുടെ കർഷകർ മുന്നിട്ടിറങ്ങണം. അതിനൊരു ഉത്തമ മാതൃകയാണിത്. ആവശ്യമായ ഡെക്കറേഷൻസൊക്കെ കൊടുത്ത് കൊച്ചു കുടിലുകളും ഓല മേഞ്ഞ കുടിലുകളും അവിടെ നിർമ്മിച്ച് ലൈറ്റിംഗ് സംവിധാനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇതിനകത്തുകൂടെ നമുക്ക് കയറി ഇറങ്ങി നടന്ന് പാടവരമ്പത്തുകൂടെ പോയി ഫോട്ടോ എടുക്കാനും വീഡിയോ പിടിക്കാനും ഒക്കെ ഉള്ള സൗകര്യം. അതുപോലെ തന്നെ നെൽപ്പാടത്തിന് ഒരു ബ്രൗൺ കളർ നെൽച്ചെടിയുടെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. അത് വെട്ടി ഒതുക്കി നല്ല മേനയിൽ പ്രദർശിപ്പിച്ച് ടൂറിസം പരിപോഷിപ്പിച്ചിരിക്കുന്നു.